നിങ്ങളൊന്ന് നിന്നേ. നിങ്ങൾ ഈ ഒരു കാര്യം അറിയാതെ അടുത്തുള്ള ATM നിങ്ങൾ ഉപയോഗിക്കരുത്. അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിൽ നിന്ന് പണം ഡിഡക്ട് ചെയ്യും. ഇപ്പോൾ 2025 ഏപ്രിൽ 1 മുതൽ പുതിയ ബാങ്കിങ് റൂൾസ് വരുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഷോപ്പിങ്ങിന് ശേഷം ബാങ്കിലുള്ള ബാക്കി പണം നിങ്ങൾക്ക് നിലനിർത്തണമെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോകരുത്. അപ്പം ഇവിടെ 7 മെയിൻ അപ്ഡേറ്റ്സ് ആണുള്ളത്. ഇതിൽ ലാസ്റ്റ് വൺ നിങ്ങൾ അറിയാതെ പോയാൽ നിങ്ങൾ എന്തായാലും റിഗ്രറ്റ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ കേട്ടോ, ATM എന്നുള്ള ഫ്രീ വിഡ്രോവൽ എണ്ണമാണ്. പ്രത്യേകിച്ച് മറ്റു ബാങ്കുകളിൽ നിന്നാണെങ്കിൽ ഇപ്പോൾ മെട്രോ ലൊക്കേഷൻ ആണെങ്കിൽ വിഡ്രോവൽ 3 ആയിട്ട് കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി മുതൽ നിങ്ങളുടെ ബാങ്കിന്റെ ATM തന്നെ വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ എക്സ്ട്രാ പണം പോകും, കാരണം ഇന്റർചേഞ്ച് ഫീ കൂടും. ഇനിയിപ്പം SBI, PNB അതുപോലെ കാനറ പോലത്തെ ബാങ്കുകളുടെ മിനിമം അക്കൗണ്ട് ബാലൻസ് ലൊക്കേഷൻ അനുസരിച്ച് മാറും. അതായത് റൂറൽ, അർബൻ അല്ലെങ്കിൽ സെമി അർബൻ അനുസരിച്ച്. ഇനിയിപ്പം മിനിമം ബാലൻസ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ പെനാൽറ്റി വരും. അതുപോലെ തന്നെ സേവിങ്സ് അക്കൗണ്ട് ഇൻട്രസ്റ്റ് ബാലൻസ് അനുസരിച്ചായിരിക്കും ഇനി വരുന്നത്. അതായത് ബാലൻസ് കൂടുതലാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിരിക്കും ഇവിടെ. ഇനിയിപ്പം 5000 രൂപയിൽ കൂടുതലുള്ള ചെക്കൊക്കെ പോസിറ്റീവ് പേ സിസ്റ്റം വഴി വെരിഫൈ ചെയ്യും. അപ്പോൾ ഇവിടെ തട്ടിപ്പുകളൊക്കെ കുറയ്ക്കാനായിട്ട് പ്രോസസ്സ് ചെയ്യും മുമ്പ് ചെക്ക് നമ്പർ, എമൗണ്ട് ഒക്കെ കൺഫേം ചെയ്യും. പക്ഷേ 2025 ഏപ്രിൽ 1 മുതൽ പ്രധാനപ്പെട്ട ബാങ്കുകൾ ക്രെഡിറ്റ് കാർഡ് റിവാർഡ്സ് ഒക്കെ മാറ്റുവാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ക്രെഡിറ്റ് കാർഡ് പോയിന്റ്സ് സേവ് ചെയ്യണമെന്ന് അറിയണം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ നിങ്ങൾ പോയിന്റ്സ് ഒന്ന് കമന്റ് ചെയ്യാം നിങ്ങൾക്ക്. പിന്നെ ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലും കൂടി നിങ്ങൾക്ക് ഫോളോ ചെയ്യാം.